ദൈവദിവസം എല്ലാവരും കൂടെ ചൊല്ലി ഗുരു അതിന് നമ്മുടെ ഇച്ഛ ദൈവത്തിൻ്റെ ഇച്ഛയോട് ദൈവത്തിൻ്റെ ഇച്ഛ നടപ്പിലാക്കുന്നതിന് വേണ്ടി നമ്മുടെ ഇച്ഛയെ ഒരുക്കണം എന്നുള്ള പാഠം തന്നു. ഈ പ്രാർത്ഥന കുട്ടികൾക്ക് ചൊല്ലാനായിട്ടാണ് ഗുരു എഴുതി കൊടുത്തതെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പൊ കുട്ടികൾക്ക് ചൊല്ലണം എന്നുള്ള ലളിതമായ രീതിയാണ് ഈ പ്രാർത്ഥനയ്ക്കുള്ളത്. കുട്ടികൾ ഈ പ്രാർത്ഥന ചൊല്ലിപ്പഠിച്ച അദ്വൈത വേദാന്തത്തിലെ പ്രധാനപ്പെട്ട തലങ്ങളുടെ രഹസ്യങ്ങളെല്ലാം ഈ പ്രാർത്ഥനയിലുണ്ട്. ഇപ്പൊ കുട്ടിയിലെ തന്നെ അവരുടെ ഒരു ദാർശനികനായി വരാനുള്ള ഒരുക്കം ഈ പ്രാർത്ഥനയിൽ ഒതുക്കി വെച്ചിട്ടുണ്ട് ഗുരു. എത്ര തലമുറകൾ, അങ്ങനെ എത്ര കുട്ടികളുടെ തലമുറകൾ ചൊല്ലി ഒരു നൂറ്റാണ്ടിൽ തന്നെ 18 തൊട്ട് 20 വയസ്സാകുന്ന ഓരോ തലമുറകൾ ഉണ്ടായി മാറി വരും. ഒരാളിനെ കുട്ടിയെ വലുതായി കല്യാണം കഴിക്കാനായിട്ടുള്ള പ്രായം 18ഉം 20നും ഒക്കെ അടുത്താണ്. ഒരു തലമുറ അത്രയും വർഷം മതി. ഒരു നൂറ്റാണ്ടാകുമ്പോ തന്നെ 5 തൊട്ട് 6 തലമുറകൾ ഉണ്ടാവും. ഇതൊരു 7ാം തലമുറ. ഗുരു സമൂഹത്തിലേക്ക് ഒരു വിഗ്രഹം, ശിവന്റെ വിഗ്രഹവും വെച്ച് 1888 സമൂഹ മനസ്സിന്റെ മുൻപിലേക്ക് വരുന്നത്. 7 തലമുറ ഈ ദൈവദശകം ചൊല്ലി 6ഉം 7ഉം തലമുറയിലുള്ള നമ്മൾ ഇപ്പോ ഗുരുവിന് ശേഷമുള്ള 4ാമത്തെ ഗുരു പരമ്പരയിലെ ഗുരുവിൽ നിന്നും ഇതേ പ്രാർത്ഥനയെ തന്നെ മനനം ചെയ്യാനായിട്ടുള്ള ഭാഗ്യം സിദ്ധിച്ചതാണ് നമ്മൾ. ഗുരുവിന്റെ ഇന്റഗ്രേറ്റഡ് സയൻസ് ഓഫ് ദ അബ്സല്യൂട്ട് എന്ന് പറയുന്ന നടരാജ ഗുരുവിന്റെ പുസ്തകത്തിൽ 2ാം ഭാഗത്തിന്റെ ആമുഖത്തിൽ 2 വോള്യങ്ങളായിട്ടാണല്ലോ അതിപ്പോ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷിൽ. ആമുഖത്തിൽ ഒരു ശാസ്ത്രീയമായ പ്രാർത്ഥന എങ്ങനെ ആയിരിക്കണം, what are the characters of a scientific prayer? കാരണം 17ാം നൂറ്റാണ്ട് തൊട്ട് ശാസ്ത്രത്തിന്റെ ചിന്തകളും അതിൻ്റെതായ പ്രായോഗികമായിട്ടുള്ള സാങ്കേതിക വിദ്യയും വരാൻ തുടങ്ങി. മതത്തിന് പിൻവലിയേണ്ടി വന്നു. അപ്പൊ ഇപ്പൊ നമ്മള് ശാസ്ത്രം പഠിക്കുന്നവരും ഏതെങ്കിലും വിഷയം പഠിക്കുന്ന ശാസ്ത്രജ്ഞന്മാരായിട്ടാണ് നമ്മൾ താതാത്മ്യപ്പെട്ടുകൊണ്ട് ഇപ്പൊ ഗുരുകുലത്തിൽ പോലും വരുന്നത്. ശാസ്ത്രബോധത്തിൽ അഭിമാനിക്കുകയും അതിലെ അത്ഭുതങ്ങൾ കണ്ടിട്ട് കെമിസ്ട്രിയുടെയും ഫിസിക്സിന്റെയും നിയമങ്ങളൊക്കെ പഠിച്ച് ബയോളജിയിലുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു ഇപ്പോൾ ഉള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പ്രയോജനപ്പെടുത്തി ChatGPTയും ജെമിനിയും ഒക്കെ സഹായത്തോടുകൂടി കാര്യങ്ങൾ ഗ്രഹിക്കുന്ന തലമുറയാണ് ഈ തലമുറയിലുള്ളത്.
തലമുറയിൽ സവിശേഷമായ സ്വഭാവങ്ങൾ ഒരുപാടുണ്ടായി. ഇത് 21-ാം നൂറ്റാണ്ടിന്റെ ആദ്യ കാൽഭാഗമായി. The first quarter of 21st century is going to be over soon. അങ്ങനെയുള്ള ഈ 24-ന്റെ അവസാന ഭാഗത്തിരുന്നുകൊണ്ട് ഇന്നത്തെ ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അറിവിൽ കൂടുതലും ശാസ്ത്രജ്ഞരും യുക്തിവാദികളുമായിട്ട് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മൾ വിശ്വാസികളുടേതുപോലെ ഒരു പ്രാർത്ഥന ചൊല്ലേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നും. നിങ്ങൾ വിശ്വാസിയാണോ? അല്ല, ഞാൻ ശാസ്ത്രജ്ഞനാണ്. ശാസ്ത്രജ്ഞൻ പ്രാർത്ഥിക്കണോ? ശാസ്ത്രജ്ഞൻ പ്രാർത്ഥിക്കണമെങ്കിൽ അത് ശാസ്ത്രീയമായ പ്രാർത്ഥനയായിരിക്കണം. എന്നാൽ ശാസ്ത്രജ്ഞനും പ്രാർത്ഥിക്കും. ഇപ്പൊ നടരാജഗുരു ഈ ദൈവദശകത്തെ അവതരിപ്പിക്കുന്നത് സയന്റിഫിക് പ്രയർ എന്നാണ്. ഇന്റഗ്രേറ്റഡ് സയൻസ് ഓഫ് ദ അബ്സല്യൂട്ട്. ശാസ്ത്രയുഗത്തിലെ ശാസ്ത്രബോധത്തിന്റെ എല്ലാ നന്മകളും തിന്മകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ പ്രാർത്ഥിക്കണോ? അപ്പൊ നടരാജഗുരു എ ഫിലോസഫി ഓഫ് എ ഗുരു അവതരിപ്പിക്കുമ്പോൾ തന്നെ പറയുന്നു, ഒരു ഗുരുവിനെ നിങ്ങൾ പഠിക്കുമ്പോൾ ഒന്നും പലതും ഒരേ സമയം അറിയണം. ഒന്ന്, ഡെക്കാർട്ട് പറയുന്ന എക്സ് ആക്സിസ് വൈ ആക്സിസ് വെച്ചിട്ട് ബോധത്തിനൊരു ദിശാബോധം വെച്ച് നൽകിക്കൊണ്ട് ഉമ്മണി വലിയ ഒന്നും അതിൽ വിശ്വസിക്കും, ഒന്നിൽ വിശ്വസിക്കും. അതിൽ മുട്ടിയാൽ തുറക്കപ്പെടും. അപ്രയോറിക് അനുഭവം വരുന്നതിന് മുമ്പ് ഒന്നിൽ വിശ്വസിക്കണം. അവിടെ പോസിബിലിറ്റിയാണ്, യെസ് ആർ നോ എന്നുള്ള അനുഭവം ഉണ്ടാകും. ആകസ്മികമായിട്ടുള്ള ഇൻസിഡന്റലായിട്ടുള്ള യാദൃശികമായിട്ടുള്ള ഒരു ഘടകം എന്ന് ഉച്ചയ്ക്ക് ഇവിടെ ചർച്ച ചെയ്തതിൽ പറഞ്ഞു. അങ്ങനെയാണ് ദൈവത്തിന് അർത്ഥം കൊടുക്കുന്നത് ഭാരതീയർ. ശാസ്ത്രീയമായ പ്രാർത്ഥനയിൽ ഒന്നിൽ വിശ്വസിക്കുക എന്നുള്ള അംശം ഉണ്ട്. പലതിനെ സംശയദൃഷ്ടിയോടുകൂടി ചോദ്യം ചെയ്ത് യുക്തിപൂർവം ചിന്തിച്ച് സത്യത്തിന്റെ ഓരോ മുഖങ്ങളെയും യുക്തിപൂർവം വിശകലനം ചെയ്ത് ഉറപ്പിക്കണം. ഇപ്പൊ എക്സ് ആക്സിസിൽ അനുപ്രസ്ഥ തലത്തിൽ ജാഗ്രതും സ്വപ്നത്തും വരുന്ന ഹൊറിസോണ്ടൽ തലത്തിൽ യുക്തിക്ക് ആവശ്യമുണ്ട്. ഒരേ സമയം ഗുരുകുലത്തിൽ പാഠങ്ങൾ പഠിക്കുമ്പോൾ നമ്മളൊരു ശാസ്ത്രീയ പ്രാർത്ഥന എന്നും ചൊല്ലുകയും അതിനെപ്പറ്റി തന്നെ ഗുരുവും മറ്റ് പലരും പറഞ്ഞു തരികയും ചെയ്യുമ്പോൾ നമ്മൾ ഒരേ സമയം വിശ്വാസിയും ഒരേ സമയം ശാസ്ത്രജ്ഞനുമായി മാറുകയാണ്. സാധാരണ ശാസ്ത്രം പഠിക്കണമെങ്കിൽ ശാസ്ത്രം പഠിപ്പിക്കുന്ന കലാലയങ്ങളിൽ പോകണം. വിശ്വാസത്തിനെ പറ്റി പഠിക്കണമെങ്കിൽ തിയോളജി പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ പോകണം. അപ്പൊ ഇത് രണ്ടും പഠിക്കാനുള്ള അവസരം നൽകുന്ന സ്ഥലമാണ് നാരായണ ഗുരുകുലം.
വിശ്വാസിക്കും സ്വാഗതം, ശാസ്ത്രജ്ഞനും സ്വാഗതം, യുക്തിവാദിക്കും സ്വാഗതം. ഒരേ സമയം ഇവർ രണ്ടുപേരെ ഉൾക്കൊള്ളുന്ന ഒരു ശാസ്ത്രീയമായ പ്രാർത്ഥന. അതിലിപ്പോ ഗുരു എല്ലാവരും കൊണ്ട് ചൊല്ലിപ്പിച്ചപ്പോൾ പറഞ്ഞല്ലോ, 7ാമത്തെ ശ്ലോകത്തിൽ ദൈവത്തിന്റെ വചനത്തിനെയാണ് പറയുന്നത്. ദ വേർഡ് ഓഫ് ദ ഗുരു, വചനം. വചനത്തിന്റെ പ്രസക്തി ബൈബിള് മുതലായ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ നിന്ന് പഠിക്കുന്നു. മധ്യത്തുകൊണ്ട് ഓതും മൊഴിയും ഓർക്കൽ നീ, വചനം. തുടക്കത്തിലോ അത്യുന്നതങ്ങളിലിരിക്കുന്ന സ്വർഗസ്ഥനായ പിതാവിനെ വയ്ക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന പരമ്പൊരുളിന് സമാനമായ അള്ളാഹുവിനെയും ഈ വെർട്ടിക്കൽ പോസിറ്റീവിലേക്ക്, ആൽഫ പോയിന്റ്, ഈ Y ആക്സിസിന്റെ തുടക്കം ആൽഫ, ഈ മുകൾ ഭാഗം ഒമേഗയാണ്. നടരാജൂര് വരയ്ക്കുന്ന പടങ്ങളിലേക്ക് ഫോട്ടോയിലേക്കാം. ആൽഫ ടു ഒമേഗ, തുടക്കം മുതൽ ഒടുക്കം വരെ. ഒടുക്കം മുകളിലാണ്. അവിടെയാണ് നമ്മൾ പിതാവിനെ കണ്ടെത്തേണ്ടത്. പ്രകാശം മാത്രമേ ഉള്ളൂ. ഇപ്പൊ തുടക്കത്തിൽ ഈ പ്രാർത്ഥനയും ശാസ്ത്രീയമാണ്. ഒരു കുട്ടിക്ക് പോലും മനസ്സിലാക്കാവുന്ന രീതിയിൽ, വലിയ വിദ്യാഭ്യാസമില്ലാത്ത ആള് പോലും ചൊല്ലാൻ പറ്റുന്ന കോമൺ സെൻസ് ഉൾക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയാണ്. സാമാന്യ ബോധം, അതിൻ്റെ അങ്ങേയറ്റമാണ് ഈ വിവേകജ്ഞാനം നൽകുന്ന വിസ്ഡം സയൻസ്. അപ്പൊ ഇത് എല്ലാവർക്കും ഉള്ളൊരു യൂണിവേഴ്സൽ പ്രയറാണ്. ഇറ്റ് ഈസ് എ സയന്റിഫിക് പ്രയർ. ഇറ്റ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് വിത്ത് യുവർ കോമൺ സെൻസ്. നമ്മുടെ കൂട്ടത്തിൽ തന്നെ നടരാജ ഗുരുരാൻ പറയുന്ന 2 വിഭാഗം മതങ്ങളുണ്ട്. ഒന്ന്, അവരുടെ നാട്ടിലുള്ള മതവിശ്വാസങ്ങളെ പിന്തുടരുന്ന ഒരു മതവിഭാഗം. അവർക്ക് ഈ ഭൂമിയിലുള്ള ദൈവ സാന്നിധ്യത്തെ കല്ലിലും വിഗ്രഹങ്ങളിലും മരങ്ങളിലും പൂജിക്കും, വിളക്ക് കത്തിക്കും, മലകളെ പൂജിക്കും. അതിന് ഗുരു കൊടുക്കുന്ന പേര് ഹൈറോഫാന്റിക് പ്രസൻസസ്. നമ്മുടെ ചുറ്റുമുള്ള ഈ ഭൂമിയിൽ തൊട്ട് സ്വർഗം വരെയാണ് നമ്മുടെ സങ്കല്പം, പ്രാർത്ഥന. ഭൂമിയിലുള്ള തന്നെ രൂപങ്ങളോട് കൂടിയ ദിവ്യ സാന്നിധ്യങ്ങളെ തുടരുന്ന ഒരു വിഭാഗം മതം. അവര് പേഗൻസ് എന്നാണ് ഇംഗ്ലീഷിൽ. വിഗ്രഹപൂജകരാണ്. അവരുടെ പാരമ്പര്യത്തെ തുടരുന്നവരാണ്. ഋഷിമാരെയും അല്ലെങ്കിൽ ഗുരുക്കന്മാരെയും ദേവന്മാരെയും പൂർവികരെയും, ഋഷിമാർ ഗുരുക്കന്മാർ ഒരു വിഭാഗം, പിന്നെ ദേവന്മാർ ദേവി സങ്കല്പങ്ങൾ, പിന്നെ അവരുടെ തന്നെ പിതൃക്കൾ, പിതൃപാരമ്പര്യം, അമ്മയുടെയും അച്ഛൻ്റെയും പരമ്പരയിലുള്ള അറിയപ്പെടാത്ത എല്ലാ പുരുഷന്റെയും സ്ത്രീയുടെയും പ്രതിനിധികളായിട്ട്, കാലത്തിന്റെ പ്രതിനിധിയായിട്ട് നാഗരാജാവും
നാഗയക്ഷിയെയും പ്രതിഷ്ഠിച്ചിട്ടുള്ള കുടുംബക്ഷേത്രങ്ങൾ. അവിടെ പ്രധാനമായിട്ട് ദേവീ സങ്കല്പം, കാളി അല്ലെങ്കിൽ ഭദ്രം. ഒപ്പം തന്നെ അങ്ങനെയുള്ള ഒരു ദേശത്തിന് ഒരു ശിവന്റെ സാന്നിധ്യം, ഈ ദേവിമാർക്ക് പലർക്കായിട്ടൊരു ശിവൻ. ഇങ്ങനെയുള്ളതിൻ്റെ ഒരു തുടർച്ചക്കാരാണ് ഒരു വിഭാഗം. അവരാണ് ഭാരതത്തിൽ ഭൂരിഭാഗം. ഈ കേരളത്തിന്റെ തെക്കേ ഭാഗം, തൃശ്ശൂർ വരെയുള്ള ഭാഗം ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂര്, കാസർഗോഡ് എല്ലാം, അവിടെ ഇന്നും മൃഗബലി, ചട്ടമ്പിസ്വാമി, നാരായണ ഗുരു ഇതിൻ്റെയൊക്കെ മാറ്റണമെന്ന് പറഞ്ഞിട്ടും തുടരുന്നവര് ജീവിക്കുന്ന മലയാള രാജ്യം. ഈ മലയാള രാജ്യം വിട്ടാൽ ഊട്ടി പോലും നടരാജഗുരു പോകുമായിരുന്ന ഒരു മരത്തിന് അമ്മ മരം എന്ന പേരിട്ടു. നിത്യഗുരു ആ മരം ഉള്ള കാലം വരെ അവിടെ പോകുമായിരുന്നു. അവിടെ കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ രണ്ട് ഗുരുക്കന്മാരും അവിടെ പോകുന്നതുകൊണ്ട് അവിടെയുള്ള നാട്ടുകാർ അവിടെ ഒരു വിളക്ക് വയ്ക്കാൻ തുടങ്ങി. ഒരു കല്ല് കൊണ്ടുവച്ച് അല്പം സിന്ദൂരവും ചന്ദനവും ചേർത്തു. ഇടയ്ക്കിടയ്ക്ക് ഒരു ബീഡി, ചുരുട്ട് ബീഡി അവിടെ കത്തിച്ച് വെച്ചേക്കും. അവരുടെ നേർച്ചയാണ്. പലപ്പോഴും അവിടെ അതിലേ പോകുമ്പോൾ കോഴിയുടെ തല കൊന്ന് കുരുതി കഴിച്ച് അവിടെ വെച്ചിട്ടു. ഇത് ഇവിടെ കോഴിയാണെങ്കിൽ മൈസൂർ ഇവിടെ മധുരയിലൊക്കെ ചെന്നാൽ ഗുരുവിന്റെ പടവും വെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരെയൊന്നും വലിയ ക്ഷേത്രങ്ങളിൽ കയറ്റില്ല. അവിടെ ഒരു ഒറ്റ വെട്ടിന് ആട്ടുംകുട്ടിയെ കൊല്ലും. എന്നിട്ട് അതിൽ അഭിമാനിക്കും, നമ്മളും ഗുരുഭക്തരാണ്. അത് നിർത്തനൊക്കില്ലെന്നാ പറയുന്നത്. തെലുങ്ക് രാജ്യത്തും കന്നഡ രാജ്യത്തും ചെന്നാൽ ഒരു വലിയ ജാത്ര എന്നും പറഞ്ഞ് ദേവീ ക്ഷേത്രങ്ങളിൽ കന്നഡക്കാര്, അവിടെ ഒരു സമുദായത്തിൽ പിന്നിൽ നിൽക്കുന്ന ഒരാളിന്റെ കയ്യിൽ ഈ മാസങ്ങളോളം നിൽക്കുന്ന ദേവീ പൂജയ്ക്ക് മുമ്പ് ഒരു ചെറിയ പോത്തും കുട്ടിയെ കൊണ്ട് എല്ലാ വീട്ടിലും ചെന്ന് തലയിൽ സിന്ദൂരം അണിയിപ്പിച്ചിട്ട് പിരിവും എടുത്തിട്ട് അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ എടുക്കുന്ന ആ സമയമാകുമ്പോഴാണ് ഈ ഉത്സവം വരുന്നത്. ഒരു മലയിൽ കൊണ്ടുപോയി കുരുതി നടത്തും. അവരും നാരായണ ഗുരുവിന്റെ ക്ഷേത്രമൊക്കെ പ്രതിഷ്ഠിച്ച് ഈടികർ എന്നൊക്കെ പറയുന്നവർക്ക് സമ്പന്നരും കൃഷിക്കാരും. തെലുങ്ക് രാജ്യത്ത് എന്നാൽ പിന്നെ 100 കണക്കിന് ഒത്തിനിയും വെട്ടുന്നതാണ്. അത് കഴിഞ്ഞങ്ങ് രാമകൃഷ്ണദേവന്റെയും വിവേകാനന്ദ സ്വാമിയുടെയും നാട്ടിൽ ബംഗാളിലൊക്കെ ചെന്നാൽ അവിടെ എല്ലാവരും കൂടെ ചേർന്ന് ദിവസവും ആട്ടിനെ വെട്ടിയിട്ട് ആ മാംസം തന്നെ അവര് അമ്പലത്തിൽ വെച്ച് പൂജിക്കും. അവസരം കിട്ടിയാൽ രക്തം എടുത്ത് നെറ്റിയിട്ടുണ്ട്. പിന്നെ ടാഗോർ തിരുത്തിയാണ് ചില സ്വാമിമാരൊക്കെ അത് നിർത്തിയത്. നീ പുരോഗമനം ശാസ്ത്രീയമായിട്ട് വളർന്ന ഒരു സമൂഹത്തിൽ ജീവിക്കുകയാണ്, ഒരു സ്വാമി അങ്ങനെ ചെയ്യരുതെന്ന്. എന്നാലും ഇന്നും തുടരും. കുറച്ചുകൂടെ കഴിഞ്ഞ് അങ്ങ് കാമാക്കുയിൽ ചെന്നാൽ, എവിടെ, ആസാമിലേതാണ് കാമാക്കുയി ദേവീ ക്ഷേത്രം. അവിടെ ചെന്നാൽ ഇതൊക്കെ തീർന്നെന്ന് തോന്നുന്നു. ലക്ഷക്കണക്കിന് പ്രാവുകളെയാണ് കിട്ടുന്നത്. ഇതാണ് ഇന്ത്യയുടെ ഇന്നത്തെ സ്ഥിതി. അപ്പൊ ഇതിനെപ്പറ്റിയൊക്കെ പഠിച്ച ഒരു ശാസ്ത്രജ്ഞനായിട്ടുള്ള ന്യൂറോ സർജൻ പറയുന്നു, ഈ വിഗ്രഹ പൂജകരുടെ മതത്തിൽ അന്ധവിശ്വാസവും വിഗ്രഹ പൂജയും നിരക്ഷരതയും കൊണ്ട് ശപിക്കപ്പെട്ടവരായി കഴിയും. ഇത് ഭാരതത്തിൽ ഇത് കൂടുതൽ വരുന്നും ബാക്കിയുണ്ട്. മറ്റ് സമൂഹങ്ങളിലുണ്ടെന്നാണ് പറയുന്നത്. ഇതെവിടെയാണ്? മണ്ണിൽ തൊട്ട് നിൽക്കുന്ന ദേവതകളെയൊക്കെ ഹൈറോഫാന്റിക് പ്രസൻസസ്, ഈശ്വര സാന്നിധ്യം അവരിപ്പോൾ ഇവിടെ കാണുന്നു. അതിന്റെ തുടർച്ചക്കാരാണ് കേരളത്തിലും ഭൂരിപക്ഷവും.
ഇനി വേറൊരു വശം സെമിറ്റിക് പശ്ചാത്തലമുള്ള ജൂതന്മാരും ക്രിസ്തുമത വിശ്വാസികളും ഇസ്ലാം വിശ്വാസികളും അവർ അത്യുന്നതങ്ങളിലാണ് സ്വർഗസ്ഥനായ പിതാവിനെ എടുക്കുന്നത്. അവിടെ അവർ കാൽപ്പനിക ഭാവങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. കാൽപ്പനികമായിട്ടുള്ള ഹൈപ്പോസ്റ്റാറ്റിക് ഐഡിയൽസ്. അവർക്ക് പുരുഷ ദൈവം, അത് പ്രകാശസ്വരൂപനാണ്, ഒമേഗയിലാണ്, വെർട്ടിക്കൽ പോസിറ്റീവിലാണ്. അപ്പൊ നടരാജഗുരു പറയുന്ന വൈ ദൈവദശം ഈസ് എ സയന്റിഫിക് പ്രയർ. അദ്ദേഹം ഗുരു പറയുന്നത് ഇതിൽ ഈ സെമിറ്റിക് പശ്ചാത്തലത്തിൽ പോലെ അത്യുന്നതങ്ങളിലായാലും ദൈവത്തിനെ വിളിക്കുന്ന ഒരു തലം കിടപ്പുണ്ട്. ദൈവമേ കാത്തുകൊള്ളുക, അങ്ങ് കൈവിടാതെ, ഇങ്ങ്. ഇപ്പൊ വെർട്ടിക്കൽ പോസിറ്റീവ് റെപ്രസെന്റിംഗ് ദ സെമിറ്റിക് കോൺസെപ്റ്റ് ഓഫ് ഹൈപ്പോസ്റ്റാറ്റിക് ഐഡിയൽസ്, കാൽപ്പനികമായ ഭാവങ്ങൾ. ഇനിയപ്പുറത്തോ അവസാനത്തെ ശ്ലോകം എന്താണ്? ആഴമേറും നിൻ മഹസാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം, വാഴണം, നിത്യം വാഴണം, സുഖം. അത് ഭൂമിയിൽ തൊട്ട് നിൽക്കുന്ന അമ്മയുടെ തലമാണ്. ഇപ്പൊ മിത്തോളജിയുടെ കാര്യം, ക്രിസ്ത്യൻ മിത്തോളജിയിൽ ഈ അമ്മ കുരിശാണ്. അതിലാണ് നമ്മൾ ജനിക്കുന്നത്, ഭൂമിയാണ്. അത്യുന്നതങ്ങളിലിരിക്കുന്ന പ്രകാശ സ്വരൂപം മാത്രമായിരിക്കുന്ന പിതാവിനെ കണ്ടെത്തണം. അപ്പൊ ഇതിൽ രണ്ടുമുണ്ട്. So it is a scientific prayer, it is a universal prayer, it is applicable to the common sense. ഇനി ഇതിന്റെ ശാസ്ത്രീയതയും നോക്കിയാൽ അതുമുണ്ട്. ഇപ്പൊ മധ്യത്ത് വരുമ്പോൾ വചനത്തെ എടുക്കുന്നു, ഓതും മൊഴിയും ഓർക്കലും. ശാസ്ത്രീയമായ എല്ലാത്തിനെയും അളക്കാനുള്ള അളവ് പോലും കൊടുത്തിട്ടാണ് ശാസ്ത്രം വരുന്നത്. ഇവിടെയും അളവ് പോലെ തന്നിട്ടുണ്ട്. നീ സത്യം, ജ്ഞാനം, ആനന്ദം, സച്ചിദാനന്ദം. അതൊക്കെ 7ാമത്തെ ശ്ലോകം. അദ്വൈത വേദാന്തത്തിന്റെ, ശങ്കര വേദാന്തത്തിന്റെ തുടർച്ചക്കാരനാണെന്ന് ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൻ്റെതായിട്ടുള്ള സൃഷ്ടി, മായ എല്ലാം അദ്വൈത സങ്കല്പത്തിന് ചേർന്നത്. ആ രീതിയിലും അത് ശാസ്ത്രീയം തന്നെ. അതിന് നീ സച്ചിദാനന്ദം എന്ന് പറയുന്ന ഒരു അളവ് പോലും, ഒരു നോം, അബ്സല്യൂട്ട് നോം തന്നിട്ടുണ്ട്. സൃഷ്ടിയുണ്ട്. അവിടുത്തെ സൃഷ്ടിയിൽ ഒരു ശാസ്ത്രീയത വെച്ചിട്ടുണ്ട്. അത് അദ്വൈത വേദാന്തത്തിനും ചേരും, സെമിറ്റിക് പശ്ചാത്തലത്തെ തീരും. സെമിറ്റിക് പശ്ചാത്തലത്തിൽ സൃഷ്ടാവും സൃഷ്ടിക്കപ്പെടുന്നത് രണ്ടാണ്. ഇവിടെ വരുമ്പോൾ അത് അദ്വൈത വേദാന്തത്തിന്റെ പോലെ സൃഷ്ടി ആദ്യം എടുക്കുന്നു, സൃഷ്ടാവ് എടുക്കുന്നു, സൃഷ്ടിജാലങ്ങൾ എടുക്കുന്നു, അവസാനം 4ാമത്തേത് സൃഷ്ടിക്കുള്ള സാമഗ്രി. അപ്പൊ ഈ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് ഇതിനൊക്കെ നോം കാണും, ഒരു സമഗ്രം സർവസമാശ്ലേഷിയായിട്ടുള്ള ഒരളവുകൾ കാണും. അത് ഇതിനകത്തുണ്ട്. ഉണർവും സ്വപ്നവും ഉറക്കവും തുര്യബോധവും, ഈ 4 ബോധ അവസ്ഥകളെയും റെപ്രസെന്റ് ചെയ്യുന്ന ആത്മാവിൻ്റെ 4 പാദങ്ങളെയും സ്പർശിച്ചുകൊണ്ടായിരിക്കണം ഗുരുകുലത്തിൽ എന്ത് പാഠങ്ങളും പഠിക്കേണ്ടത്. ബോധത്തിൻ്റെ ഉണർവും സ്വപ്നവും മാത്രമേ ഇന്നും മാനസിക ആരോഗ്യം ചികിത്സിക്കുന്ന, ഫിസിക്കലായിട്ടുള്ള സൈക്കോളജി പ്രാക്ടീസ് ചെയ്യുന്ന നമ്മുടെ ഡോക്ടർമാരെടുക്കുന്നത്. ഇനി വെർട്ടിക്കൽ നെഗറ്റീവായിട്ടുള്ള ഉറക്കം, സൂക്ഷ്മ സുഷുപ്തി, 3ാമത്തെ ധ്രുവം ഉണർവ്, സ്വപ്നം, ഉറക്കം. അതിൻ്റെ ഡെപ്ത് സൈക്കോളജി എന്നും ഇന്നും
ഇവിടെ പഠിപ്പിക്കുന്നില്ല, അത് പ്രയോഗിക്കുന്നില്ല. കുറച്ച് യുങ്ങിയൻ സൈക്കോളജിസ്റ്റാണ്. പക്ഷെ ഇവിടുത്തെ പാരമ്പര്യത്തിൽ അവര് ഈ അബോധത്തിന്റെ തലങ്ങൾ പഠിക്കുന്ന ട്രഡീഷൻ എന്നിവിടെ ജ്യോതിഷമായിട്ടുണ്ട്. ദാവോ മതത്തിലും ഐച്ചിങ് എന്നൊരു ബുക്കും നിത്യഗുരു അതാണ് ഉപയോഗിക്കുന്നത്. ഒരാൾ വന്നാൽ അവരുടെ ആന്തരിക ഘടനയെ അത് തുറന്നിട്ട് അറിയാം. പഴയ രാമായണം കിട്ടുപോലെ. ഇപ്പൊ ബുദ്ധമതം, ദാവോ മതം, ഇതിന്റെ എല്ലാം പാരമ്പര്യത്തിൽ ഇത്തരം അനുഷ്ഠാനങ്ങളിലൂടെ വിശ്വാസത്തെയും ബോധത്തിന്റെ അബോധതലത്തെ ഉറക്കത്തെ എടുക്കുന്നതാണ്. ഇപ്പൊ നടരാജഗുരു ആദ്യം 50കളിൽ തന്നെ ഇറക്കിയത് ഭഗവത്ഗീത സ്വാധ്യായം. അപ്പൊ അത് വായിക്കുമ്പോൾ ഗുരു പറയും, ഈ ബോധത്തിന്റെ 3 മാറുന്ന തലങ്ങളെയും 4മത്തേതായിട്ടുള്ള തുര്യബോധത്തെയും സ്പർശിച്ചുകൊണ്ടാണ് ഭഗവത്ഗീത നമ്മൾ അറിയേണ്ടത്. 4 തലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഭഗവത്ഗീത. അങ്ങനെയാണ് ഗുരു പറഞ്ഞിട്ട് തന്നെ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെയും 4 തലങ്ങൾ തൊട്ട് കാണിക്കുന്നു. അത് 4മത്തെ ശ്ലോകത്തിൽ തന്നെ. ഏതാണ്? ആഴിയും തിരയും കാറ്റും ആഴവും. അതിന്റെ 4 തലങ്ങൾ. കാറ്റ് മുകളിലാണ്, ഒറ്റയ്ക്കൽ നിൻ മഹിമയായിട്ടിരിക്കും. ആഴം നീയാണ്. 4 പാദങ്ങളെ കൊണ്ടുവരുന്നിടത്തും ഈ ചതുഷ്പാദ ഉപനിഷത്തിനെ തുടർന്നുള്ള 4 ബോധതലങ്ങളെ എടുക്കുന്നു. അത് ജ്ഞാനുമായിട്ട് കടലുമായിട്ട് എടുത്തിട്ട് പിന്നെ സത്യത്തിന്റെ 4 തലങ്ങളായിട്ട് ഒരു മാലോപമയായിട്ട്. അപ്പൊ ചിന്തയ്ക്കുള്ള ബോധത്തിന്റെ 4 ചതുഷ്പാദങ്ങളെ വെച്ചുകൊണ്ടുള്ള ചിന്ത, 4th ഡയമെൻഷൻ എന്നൊക്കെ ഇന്ന് ശാസ്ത്രജ്ഞൻ പറയും. 3rd ഡയമെൻഷൻ, 4th ഡയമെൻഷൻ, അംറ്റി ഡയമെൻഷൻ, എൻ ഡയമെൻഷൻ. അത് നാരായണ ഗുരു തന്നെ ഇതൊക്കെ ചെയ്തു തന്നിരിക്കുകയാണ്. അത് കുട്ടികൾക്ക് പാടുന്ന പാട്ടിലാണ്. സാമാന്യ ബോധത്തിലും മനസ്സിലാക്കാവുന്ന തലത്തിലാണ്. ജാഗ്രത സ്വപ്ന സുഷുപ്തി ഉണരരുതിന്നെ ഉറങ്ങിടാതിരുന്നീടണം അറിവായി. ഇതിനും അയോഗ്യനെന്നാൽ മുനിജന സേവയിൽ മൂർത്തി നിർത്തണം. പ്രണവം ഉണർന്ന മുനിജന പിറപ്പൊഴിഞ്ഞ മുനിജന സേവയിൽ മൂർത്തി നിർത്തരെ. അവിടെയും 4 പാദങ്ങളെയും എടുത്തിട്ട് ഈ 4ാം പാദത്തെ എടുത്ത് വിവരിക്കുന്നു. ഉണരുകയില്ല, ഉറങ്ങുകയും ചെയ്യില്ല. നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മൾ ഉണർന്നെണീറ്റിട്ട് നല്ലതുപോലെ ഉറങ്ങിയെന്നുള്ളത് അറിയുന്നത് തുര്യബോധമാണ്. അത്യുന്നതങ്ങളിരിക്കുന്ന പ്രകാശസ്വരൂപനായിട്ടുള്ള പിതാവായ അള്ളാഹുവായ ആ സത്യം തന്നെയാണ് നിരുപാധികമായിട്ടുള്ള ജനനവും മരണവും ഇല്ലാതെ നമ്മളിലിരിക്കുന്നത്. അപ്പൊ നീ ആര് എന്ന 10ാമത്തെ ശ്ലോകത്തിൽ ചോദിക്കുന്നത് ഇന്നിവിടെ ചോദിച്ചല്ലോ എല്ലാരും കൂടെ. ഇരുളിലിരിപ്പവൻ ആര് ചൊല്ലുക. 2 പേരും പറയുന്നത് ഞാൻ. ഇതിന്റെ ഉത്തരം പറയുന്നത് 27 28 ഞാൻ ആരാണ്? ഞാൻ ശരീരത്തിനെയും മനസ്സിനെയും ഒക്കെ ഉൾക്കൊള്ളുന്ന ആത്മാവാണ്. പിന്നെ ആത്മാവിന്റെ നിർവചനമാണ് 27ാമത് പറയുന്നത്. ഇരുളിലിരുന്ന് അറിയുന്നതാകും ആത്മാവ്. എന്നിട്ട് 28ാമത്തെ ശ്ലോകത്തിൽ എന്ത് നിർവചിക്കുന്നു? തുര്യബോധത്തെ നിർവചിക്കുന്നു. ആത്മാവിൽ തന്നെ മാറുന്ന 3 തലങ്ങളുണ്ട്. ദിവസവും 24 മണിക്കൂറിൽ സൂര്യൻ വന്നു പോകുന്നതനുസരിച്ചിട്ട് നമ്മൾക്കും ഉണർവും ഉറക്കവും സ്വപ്നവും വരും. അത് 3 മാറുന്ന 3 ആൾട്ടറിങ് സ്റ്റേറ്റ്സ് ഓഫ് കോൺഷ്യസ്നസ്. നമ്മൾ ശുദ്ധബോധം. അതിന് ഗുരു കൊടുത്തേക്കുന്നത് അള്ളാഹു
സ്വർഗസ്ഥനായ പിതാവ് ധർമ്മം എന്ന ബുദ്ധമതത്തിൽ പറയുന്നു, ദാവോ എന്ന് ദാവോയിസത്തിൽ പറയുന്നു. അതിനെല്ലാം കൂടെ ഗുരു കൊടുത്ത മലയാളം വാക്ക് അറിവ് എന്നാണ്. പ്യൂർ കോൺഷ്യസ്നസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പൊ അതിനകത്ത് തന്നെ ദൈവത്തിനും ആത്മാവിനും സ്ഥാനം കൊടുത്തിരിക്കുന്നു. ദൈവവിശ്വാസിക്കും ശാസ്ത്രീയമായ തത്വചിന്ത നടക്കുന്ന ആത്മാന്വേഷിക്കും നിർവചനവും കൊടുക്കുന്നു. ദൈവത്തെ പറ്റിയുള്ള നിർവചനം ദൈവദശകത്തിന് എത്രയോ നിർവചനങ്ങൾ. ആത്മാവിനെ പറ്റിയുള്ള നിർവചനം നീ ആര്, നീ ആത്മാവാണ് എന്ന് പറഞ്ഞു വരുന്നു. ഇനി അതിനകത്തൊരു തരംതിരിവ് 28 തുര്യ ബോധത്തിൽ ഈ മാറുന്ന സാപേക്ഷമായിട്ടുള്ള, നേരത്തെ പറഞ്ഞല്ലോ, ഇവിടുത്തെ സൈക്കോളജിസ്റ്റുകളെ സൈക്കാട്രിസ്റ്റുകളെ പഠിപ്പിക്കുന്നത് ഹൊറിസോണ്ടലായിട്ടുള്ള സ്വപ്നവും ജാഗ്രതന്റെയും പ്രശ്നങ്ങൾ വെച്ചിട്ടുള്ള പാഠങ്ങളേ ഉള്ളൂ. താഴോട്ട് പോയി വെർട്ടിക്കൽ നെഗറ്റീവിലേക്ക് പോയവർക്ക് പരീക്ഷണം നടത്തി വിശകലനം ചെയ്യാനൊക്കില്ല. അതുകൊണ്ട് യുങ് എന്ന് പറയുന്ന ഇതിനൊക്കെ ഭാരതീയമായിട്ടുള്ളതും ചൈനീസിലും ഒക്കെ ഉള്ള ഈ ആഴത്തിലുള്ള പാഠങ്ങൾ പഠിച്ചെത്തിയ ആ മനഃശാസ്ത്രജ്ഞൻ പറയുന്നു, ഡെപ്ത് സൈക്കോളജിസ്റ്റ്, അദ്ദേഹം പറയുന്നു ഈ ഉറക്കത്തിന്റെ തലത്തിലേക്ക് പോകാത്ത വെർട്ടിക്കൽ നെഗറ്റീവാണ്. നടരാജഗുരുവിന്റെ ഭാഷയിൽ ഇറ്റ് കനാറ്റ് ബി അനലൈസ്ഡ്, അത് വിശകലനം ചെയ്യാൻ ഒക്കില്ല. അതുകൊണ്ട് നമ്മൾ ആധുനിക ശാസ്ത്രത്തിന്റെ മെത്തഡോളജി, രീതി വിധാനം കൊണ്ട് അവിടെ എത്താൻ പറ്റില്ല. ഇപ്പൊ ശാസ്ത്രം അവർക്ക് ശാസ്ത്രീയമായിട്ട് ഇതിനെ സമീപിക്കണമെങ്കിൽ പിന്നെ അതിന്റെ പാറ്റേൺ പഠിക്കണം, അതിന്റെ പ്രരൂപം എന്താണെന്ന് പഠിക്കണം. ഈ വരുന്ന അതാണ് ഈ ജ്യോതിഷം. നാളെ നോക്കുന്നത് ജനിച്ച സമയവും നാളും മതി ചേരുമെന്നൊക്കെ നോക്കി ചൊവ്വാദോഷത്തിനൊക്കെ കളിയാക്കി നമ്മൾ നടക്കുന്ന എന്താണ്? അവര് പിന്നെ നോക്കുന്നത് അതിന് ചില അമ്പലങ്ങളിൽ തേങ്ങ മുട്ടായി ആ പാറ്റേൺ എടുക്കും, ചിലര് കവടി വാരി വയ്ക്കും. ഗണിത ജ്യോതിഷം തീർന്ന വേണ്ടത് പറഞ്ഞിട്ട് ഉടനെ തന്നെ നിങ്ങൾക്ക് സംഭവിച്ചതൊക്കെ അങ്ങോട്ട് പറയും. അതുകൊണ്ട് ഈ സെമിറ്റിക് മതങ്ങളിൽ വിഗ്രഹവും ഇല്ല, ഈ പാരമ്പര്യവും ഇല്ല. വിഗ്രഹത്തോടൊപ്പമുള്ള ഇതിനെല്ലാം കളഞ്ഞു. എന്നിട്ട് അവരെന്ത് പറയുന്നു? അക്ഷരത്തിൽ കൂടെ മതി. ഇപ്പൊ നല്ലൊരു കത്തോലിക്കനായിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞൻ തന്നെ ഇത് പഠിച്ചു. എന്തുകൊണ്ടാണ് ഇവർ ഈ ഹിറ്റ്ലറൊക്കെ ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊല്ലുന്നത്? ഇപ്പൊ പുട്ടിന് 3 കൊല്ലമായിട്ട് കൊന്നിട്ടിരിക്കുന്നു. ഇപ്പുറത്ത് ഗാസയിലും മത്സരിച്ച് കൊന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം കണ്ടെത്തിയത് അവർക്ക് സമഗ്രബോധം കിട്ടുന്ന വഴിയില്ല. ഒരു വാക്ക്, ആ ഭാഷ പഠിച്ചാൽ ആ വാക്ക്, ഒരു സെന്റൻസ്, അതിന്റെ അർത്ഥം, അത് 1 at a time എക്സ്പീരിയൻസ്. ആ ഭാഷയിൽ കൂടെ വാക്കുകൾ ചേർത്ത് വെച്ച് അവൻ അതിന്റെ അർത്ഥം ഗ്രഹിക്കും. സൂക്ഷ്മമായിട്ട്, കോൺസെപ്റ്റലായിട്ട്, പ്രതിഭാപ്രധാനമായിട്ട് കണ്ടെത്തി. നേരെ ഒരു വിഗ്രഹത്തെ നോക്കിയാൽ സമഗ്രമായിട്ട് ആൾ അറ്റ് വൺസ് എക്സ്പീരിയൻസ് അത് വരില്ല. അപ്പൊ ചെയ്യുന്നതിന്റെ ഭവിഷ്യത്തുകളെ പറ്റി വീണ്ടും കുരുതിക്കളമായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഈ അക്ഷരങ്ങൾ പ്രോസസ് ചെയ്യുന്ന അനാലിസിസും ഈ മെറ്റാ ലാംഗ്വേജ് അക്ഷരത്തിന്റെ ആൽഫബറ്റ് ലെഫ്റ്റിലാണ്. സംഗീതം, നൃത്തം അതെല്ലാം പാടെ കളഞ്ഞു, വേണ്ട എന്നാണ് പറയുന്നത്. നല്ല പാട്ടുകാരെല്ലാം സെപ്റ്റിക് മതങ്ങളിലുള്ളവര് ഭാരതത്തിലുള്ളവർ. ഇപ്പൊ തന്നെ ഒരു തബലക്കാരൻ പോയില്ലേ, ഇസ്ലാമായിരുന്നു. സംഗീതത്തിന്റെ നമ്മൾ കൊണ്ടുപോയിട്ടുള്ളത് കൂടുതലും അവരൊക്കെയാണ് ഭാരതത്തിൽ. അപ്പൊ ഈ അവരിങ്ങനെയൊക്കെ പറയും, പക്ഷെ ജീവിക്കുന്ന ആള് അവരുടെ വാസനയ്ക്കനുസരിച്ച്, ഈ വാസന അബോധത്തിലാണ്, ഡെപ്തിലാണ്. അതാണ് സത്വരജസ്തമോ ഗുണങ്ങളായിട്ടിരിക്കുന്നത്. അതനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവം വരുന്നത്. ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ ആകുന്നതെന്നാണ് ഭഗവത്ഗീത പറയുന്നത്. ഗുണകർമ്മ വിഭാഗശ, ഇറ്റ് ഈസ് എ സൈക്കോളജിക്കൽ ടൈപ്പ്. ഒരു വീട്ടിൽ തന്നെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കോളേജ് ലെക്ചററാണ്. ഒരുത്തൻ പട്ടാളത്തിൽ കേണലായി, ഒരുത്തൻ ബിസിനസ് നടത്തുന്നവരായി, വ്യവസായി, ഈ തമിഴില് കച്ചവടക്കാരനായി.
കട ഒരുത്തനാണ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്, ഗവൺമെന്റ് പറയുന്നൊക്കെ ചെയ്യുന്ന ഒരു ശൂദ്രനായിരിക്കും. കൂടുതലും ശൂദ്രന്മാരാണ് ഇപ്പൊ ഇവിടെ ഉള്ളത്. ബ്രാഹ്മണന്മാര് പഠനവും പാഠനവും നടത്തുന്നത് കുറഞ്ഞു വരെയാണ്. ബാക്കിയൊക്കെ പട്ടാളത്തിലും പോലീസിലും ഒക്കെ. അതിന്റെ കൂടെ ശൂദ്രപ്പണിയും കൂടെ ചെയ്യും. ഗവൺമെന്റ് പറയുന്ന കണക്കല്ലേ അവർ ഓടി നടക്കും. അടുത്തത് കച്ചവടക്കാരാണ്, അത് വൈശ്യം. ഇപ്പൊ ഒരു കുടുംബത്തിൽ തന്നെ 4 പേരും കാണും. അതൊക്കെ സൈക്കോളജിക്കൽ വ്യക്തി സവിശേഷതകൾ എന്ന് വരുന്നതാണ്. അതൊക്കെ ആ ബോധം പഠിക്കാനല്ലേ മനസ്സിലാവും. അങ്ങനെ ആകുമ്പോൾ അദ്ദേഹം പറയുന്നു, സ്ത്രീ സമത്വം, ജെൻഡർ ഈക്വാളിറ്റി, ഇഗാലിറ്റേറിയൻ ആകുന്ന സൊസൈറ്റികളിൽ ഈ വിഗ്രഹങ്ങളും ഈ സംഗീതവും കലയും ഒക്കെ പരിപോഷിപ്പിച്ചാൽ മതി. പക്ഷെ വിഗ്രഹത്തിന്റെ മുമ്പേ അക്ഷരം പഠിക്കാതെ അവിടെ ഇങ്ങനെ പൊടുത്ത് ചത്തണ്ടിരിക്കുക. ഭാരതീയത്തിൽ മുക്കാൽ ജാതിയും എല്ലാം കൂടെ അവിടെ വെച്ചിരിക്കുക. ഇങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങളുണ്ട്. 2 വശവും എടുക്കണം. വലതുവശത്തുള്ള സംഗീതത്തിന്റെയും സമഗ്രതയുടെയും വശം എടുക്കണം, വിശകലനത്തിന്റെ മണം. അപ്പൊ ഈ പ്രാർത്ഥനയിൽ ഇത് രണ്ടുമുണ്ട്. വിശ്വാസത്തിന്റെ തലവും ഒന്നിന്റെ തലവും, വലതുവശത്ത് പ്രോസസ്സിംഗ് ഉണ്ട്, യുക്തിപൂർവം ചോദ്യം ചെയ്യുന്ന തലം, അവസാനത്തിലേക്ക് അമ്മയിലേക്കുണ്ട്. താഴെ അമ്മ, അവിടെ അച്ഛൻ. കുരിശിൽ ജനിക്കുന്നു, അമ്മയുടെ അടുത്ത് ജനിച്ചു, അമ്മ വളർത്തിക്കൊണ്ടിരുന്നു. അമ്മയെ കണ്ടെത്തേണ്ട പാടില്ല, എളുപ്പമാണ്. അമ്മ തന്നെ. അച്ഛൻ പറയും, അച്ഛനെ കണ്ടെത്തണമെങ്കിൽ അന്വേഷിച്ച് കണ്ടെത്തണം. അതാണ് മതങ്ങളിലുള്ള രഹസ്യം. ഇത് മതമില്ല, ഇത് സയൻസ് ഓഫ് ദ അബ്സല്യൂട്ട്, ബ്രഹ്മവിദ്യയാണ്. ഇവിടെ പഠിക്കാൻ അവസരം തരും. നാരായണ ഗുരുവിന്റെ അവസാനത്തെ ആഗ്രഹമായിരുന്നു അത് പഠിച്ചാൽ അവർക്കേ മനസ്സിലാകൂ പരമത സാരവും ഏകമാണ്. അതിനളവ് പോലാണ് സച്ചിദാനന്ദം. പരമത സാരവും ഏകം എന്ന് പറഞ്ഞാൽ ഏത് വേദപുസ്തകം എടുത്ത് പഠിച്ചാലും 3 തലങ്ങൾ അതിനകത്ത് വരും. മൗനം, സൈലൻസ്, ന്യൂട്രാലിറ്റി, നിഷ്പക്ഷത. സമയമില്ല. അടുത്ത എന്താണ്? നിശ്ചലത. നിങ്ങൾ ഈ ഇന്ദ്രിയങ്ങളിൽ കൂടെ വരുന്ന പൗരുഷയമായ അറിവുകളിൽ കൂടെ സുഖദുഃഖ സമ്മിശ്രമായിട്ടുള്ള ലോകത്താണ് എപ്പോഴും അസ്പന്ദമാകാതെ ഇങ്ങനെ സുഖദുഃഖം, നല്ലതും കാണും ചീത്തയും കാണും, അതെല്ലാം ഉള്ളിലേക്ക് വരും. അപ്പൊ ഈ വിഷയാനന്ദമായിട്ടാണ് ആത്മാനന്ദം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആനന്ദം എന്ന് പറയുന്ന ഏകമായ മൂല്യബോധ നമ്മൾ അനുഭവിക്കുന്നത് വിഷയാനന്ദമാണ്. വിഷയാനന്ദം തൽക്കാലത്തേക്ക് സുഖം നൽകി അങ്ങ് പോകും. അവിടെ ദ്വൈതമുണ്ട്, നിശ്ചലത ഉള്ളിൽ വരില്ല. അപ്പൊ ഏകനായ പിതാവിനെ, അള്ളാഹുവിനെയും വെർട്ടിക്കൽ പോസിറ്റീവുള്ള പ്രകാശ സ്വരൂപനായ തലത്തിലേക്ക് നമ്മൾ പോകണം. അതിനെല്ലാ മതങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ വ്യവഹരിക്കുന്ന ലോകത്ത്, അമ്മയുടെ ലോകത്ത് ആഴത്തിലേക്ക് നമ്മൾ പോകണം. ഇപ്പൊ 2 വശങ്ങളും എടുക്കും. ഇപ്പൊ മനോരോഗവും കുറയും, കുറ്റവാസനകളും കുറയും, ഓർഗനൈസ്ഡ് വാറും കുറയും. ഇത് 2 കൂടെ കൊടുക്കും. പണ്ടങ്ങനെ ആയിരുന്നു, പിന്നെ പരിഷ്കരിച്ചപ്പോ അബദ്ധം പറ്റി അനുഭവിക്കുന്നു. ഇപ്പൊ ശാസ്ത്രീയമായ പ്രാർത്ഥന, എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന പ്രാർത്ഥന, കുട്ടികൾക്ക് പോലും അവർ പഠിച്ച് തലമുറകളായിട്ട് കൈമാറി തന്ന പ്രാർത്ഥന. ഇങ്ങനെയുള്ളൊരു പ്രാർത്ഥനയെ പറ്റി ഇന്ന് ഗുരു പറയാൻ പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ.